ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആപ്പിളിൻ്റെ iOS 26 ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ iOS 26.0.1 ആണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഫുൾ ഡിസൈൻ ഫീച്ചേഴ്സാണ്. നമ്മുടെ ഗ്ലാസ് മോഫിസം എന്ന് പറഞ്ഞ ഡിസൈനാണ് ഇപ്പോൾ ഇതിൽ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഗ്ലാസ് ടൈപ്പുള്ള ഡിസൈൻസ് ആണ്. പിന്നെ ഇതിൻ്റെ ട്രാൻസിഷൻ അനിമേഷൻസ് കുറേ ഉണ്ട്. ലൈവ് ട്രാൻസിഷൻ അനിമേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു നല്ലൊരു പുതിയ ഫീലാണ് ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ആപ്പിൾ തന്നെ മുന്നിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ക്യാമറയിൽ തന്നെ നമ്മൾ താഴെയുള്ളത് ശരിക്കും പറഞ്ഞാൽ ബ്ലാക്ക് പാച്ചസ് ഉള്ള ഡിസൈൻ ആയിരുന്നു. ഇപ്പോൾ ഗ്ലാസ് സ്റ്റൈലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് അപ്ഡേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ ആക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് വായിച്ചു നോക്കാം സ്ക്രീനിൻ്റെ കാര്യങ്ങൾ ഇമ്പ്രൂവ്. അത് ഏകദേശം 1 മണിക്കൂർ റിമൈനിങ് ആണ് കാണിക്കണേ അപ്ഡേറ്റ് ചെയ്യാനുള്ളത്. അപ്പം നമുക്ക് ഏകദേശം ഇത് അപ്ഡേറ്റ് ചെയ്ത് വന്നു. അത് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതാണ് സ്ക്രീൻ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ അടിയിലുള്ള കാര്യങ്ങൾ ഗ്ലാസ് മോഫിസം പോലെ സ്ലൈറ്റ് ട്രാൻസ്പെറൻ്റ് ആണ്. ഇപ്പോൾ ക്യാമറയിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഈ അടിയിലത്തെ വീഡിയോ ഫോട്ടോസും കണ്ടില്ലേ, അതെല്ലാം കൂടി അവർ വെർട്ടിക്കലായിട്ട് പ്ലേസ് ചെയ്തു. പിന്നെ കുറച്ചും കൂടി ഒരു പുതിയൊരു ഇൻ്റർഫേസാണ് അവർ ചെയ്തിരിക്കുന്നത്. മുകളിലത്തെ ക്യാമറ ഓപ്ഷൻസ് നമുക്ക് സെലക്ട് ചെയ്യാം, കസ്റ്റമൈസ് ചെയ്യാം. ഗ്ലാസ് മോർഫിസം സ്റ്റൈലിലാണ് അവർ ചെയ്തിരിക്കുന്ന സംഭവം. ഇപ്പോൾ ഫോട്ടോയിൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും പനോരമിക്, പോർട്രേറ്റ്, ഫോട്ടോസ്, റെക്കോർഡിംഗ് ഒക്കെ ആണെങ്കിലും നമുക്ക് ഒരു പുതിയൊരു ഫീല് തന്നിരിക്കണം. അതായത് നമ്മളൊരു അപ്ഡേറ്റ്, അതിപ്പോൾ പഴയ ഫോണിൽ നമ്മൾ പുതിയ അപ്ഡേറ്റ് ഇടുമ്പോൾ ഒരു പുതിയൊരു ഫീച്ചറാണ്. നല്ല രസമുണ്ട് യൂസ് ചെയ്യാനാണെങ്കിലും. നല്ല ഒരു സ്റ്റൈൽ സംഭവമാണ്. എക്സ്പോഷർ, ഫ്ലാഷ്, ആക്ഷൻ മോഡൊക്കെ നമുക്ക് താഴെ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നുണ്ട്. പണ്ടത്തെ സൈഡിൽ ലെഫ്റ്റും റൈറ്റിലാണ് ഓപ്ഷൻ. ഇപ്പോൾ ഇതിൽ ഏറ്റവും ബിലോ ഓപ്ഷൻസിലാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഫിൽറ്റർ ആണെങ്കിലും വിവിഡ് വാം, വിവിഡ് കൂൾ, ഡ്രമാറ്റിക്, മോണോ ക്രോമാറ്റിക് ഒക്കെ ഫിൽറ്റേഴ്സ് ഉണ്ട്. അത് താഴെ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ഒരു ഗ്ലാസ് മോർഫിയം സ്റ്റൈൽ തന്നെ ഒരു റൗണ്ടഡ് പാച്ചിലാണ്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. കുഴപ്പമില്ല, നല്ല ഫീച്ചേഴ്സാണ്. ഒരു പ്രത്യേക ഒരു ഫീൽ തോന്നിയിട്ടുണ്ട്. ഇതിൽ തന്നെ വേറെ പ്രിവ്യൂ എന്ന് പറയുന്ന ഡോക്യുമെൻ്റ് കാണാനുള്ള ഓപ്ഷൻസാണ്. പ്രിവ്യൂവിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കാൻ ഡോക്യുമെൻ്റ് പ്രിവ്യൂസ് കാണാൻ പറ്റും. അത് ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട്. പിന്നെ ഗെയിം നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഗെയിം നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഇതിലെ സെറ്റിങ്സ് നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഓൾറെഡി അപ്ഡേറ്റഡ് ആയെന്ന് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ജനറൽ സെറ്റിങ്സിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ നോക്കുകയാണെങ്കിൽ കണ്ട ചെക്കിങ് ഫോർ അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ 26.0.1 ആണ്. അത് നമ്മൾ പുതിയ ഡിസൈൻ ഫീച്ചേഴ്സ് വന്നു എന്നാണ് അവർ കാണിക്കുന്നത്. പിന്നെ വേറെ ചേഞ്ചസ് എനിക്ക് തോന്നിയില്ല. പക്ഷേ എല്ലാം അടിമുടി ഒരു ചേഞ്ചസ് പോലെ വന്നു തോന്നി. ഇപ്പോൾ ഒരു എന്താ പറയുക, കസ്റ്റമൈസ് ആണെങ്കിലും ഇതാണെങ്കിലും ഇപ്പോൾ ഫോണിൻ്റെ ഇതിലാണെങ്കിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാൻ പറ്റും. കണ്ടോ, ചെറിയൊരു ഗ്ലാസ് മോർഫിയം സ്റ്റൈല് കുഴപ്പമില്ല, നല്ല കൂളാണ്.